Hi everyone, welcome back. ഇന്ന് നമുക്ക് ക്ലാസ് 8 ഇംഗ്ലീഷ് ഓണം എക്സാമിനുള്ള ഒരു സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യാം. Questions 1 to 3. Read the excerpt from A Long Walk with Granny and answer the questions that follow. നമുക്ക് 3 questions ഉണ്ട്. 1 mark each, അങ്ങനെ 3 marks. Granny could hear the distant roar of the river and smell the pine needles and feel the presence of her grandson, Mani. ഗ്രാനിക്ക് ദൂരെയുള്ള നദിയുടെ ഇരമ്പൽ കേൾക്കാനും പൈൻ മരത്തിന്റെ ഇലകളുടെ മണം അനുഭവിക്കാനും കഴിഞ്ഞിരുന്നു. തന്റെ കൊച്ചുമകൻ മണിയുടെ സാന്നിധ്യവും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. She couldn't see the river or the trees. എന്നാൽ അവർക്ക് നദിയോ മരങ്ങളോ വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. She could only make out Mani's fuzzy hair and sometimes his blackberry eyes and the gleam of his teeth when he smiled. മണിയുടെ മങ്ങിയ മുടി, ചിലപ്പോൾ അവന്റെ ബ്ലാക്ക്ബെറി പോലെയുള്ള കറുത്ത കണ്ണുകളും അവൻ പുഞ്ചിരിക്കുമ്പോൾ കാണുന്ന പല്ലുകളുടെ തിളക്കവും മാത്രമേ ഗ്രാനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. Granny wore a pair of old glasses. She had been wearing them for well over 10 years. ഗ്രാനി ഏകദേശം 10 വർഷത്തിലേറെയായി പഴയ ഒരു കണ്ണട ഉപയോഗിച്ചിരുന്നു. Her eyes had grown steadily weaker and the glasses were now scratched and spotted. ഗ്രാനിയുടെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരുന്നു. കണ്ണടയും പഴകി പോവുകയും പാടുകളൊക്കെ വന്ന് നിറഞ്ഞിരുന്നു. അതിനാൽ ആ കണ്ണടയിലൂടെ ഗ്രാനിക്ക് വളരെ കുറച്ച് മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. So there was very little she could see through them. Mani and his father felt that it was high time Granny had her eyes tested and got herself new glasses. അതുകൊണ്ട് മണിക്കും അവന്റെ അച്ഛനും ഗ്രാനിയുടെ കണ്ണ് പരിശോധിച്ച് പുതിയ കണ്ണട വാങ്ങിക്കൊടുക്കേണ്ട സമയം കഴിഞ്ഞുവെന്ന് തോന്നി. ഇതിനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ആൻസർ ആണ് നമുക്ക് എഴുതേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why did Mani and his father think Granny needed new glasses? എന്തുകൊണ്ടാണ് മണിക്കും ഫാദറിനും തോന്നിയത് ഗ്രാനിക്ക് പുതിയ കണ്ണട വേണമെന്ന് തോന്നാൻ എന്താണ് കാരണം? Her eyes had grown weaker and her old glasses were scratched and spotted, so she could see very little through them. ഗ്രാനിയുടെ കാഴ്ചശക്തി കുറഞ്ഞിരുന്നു. അതുപോലെ കണ്ണടയും പഴകി പോറലുകളും പാടുകളും ഒക്കെ അതിൽ നിറഞ്ഞിരുന്നു. അതിനാൽ ആ കണ്ണടയിലൂടെ അവർക്ക് നല്ല രീതിയിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് മണിയുടെ അച്ഛനും ഗ്രാനിക്ക് പുതിയ ഗ്ലാസസ് വേണമെന്ന് തീരുമാനിക്കാൻ കാരണം. How long had Granny been wearing her old glasses? എത്ര നാളായിട്ടാണ് ആ ഓൾഡ് ഗ്ലാസസ് ഗ്രാനി വെയർ ചെയ്തിരുന്നത്? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫോർ 5 years, ഫോർ 8 years, ഫോർ വെൽ ഓവർ 10 years, ഫോർ 20 years. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, ഫോർ വെൽ ഓവർ 10 years. Find a word from the passage that means not clear or difficult to see. അതായത് കാണാൻ ബുദ്ധിമുട്ടുള്ള, നോട്ട് ക്ലിയർ, അതായത് ക്ലിയർ അല്ലാത്ത, ഇതിന് സെയിം ആയിട്ടുള്ള ഒരു വേർഡ് ഈ പാസേജിൽ നിന്ന് എഴുതാൻ. ഓപ്ഷൻ തന്നിട്ടുണ്ട് ഡിസ്റ്റന്റ്, ഫസി, സ്റ്റെഡിലി, സ്പോട്ടഡ്. ഏതാണ് ആ വേർഡ്? ഫസി. ഫസി മീൻസ് നോട്ട് ക്ലിയർ ഓർ ഡിഫിക്കൽട്ട് ടു സീ. Questions 4 to 6, read the lines from Hope is a thing with feathers and answer the questions that follow. Hope is a thing with feathers എന്ന പോമിലെ കുറച്ച് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. Hope is the thing with feathers that perches in the soul. അതായത് ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ, കവി ഹോപ്പിനെ തൂവലുകളുള്ള ഒരു ചെറിയ പക്ഷിയായി സങ്കല്പിക്കുന്നു. That perches in the soul, ആ പക്ഷി നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു. And sings the tune without the words and never stops at all. ഈ പക്ഷി വേർഡ്സ് ഇല്ലാത്ത, വാക്കുകളില്ലാത്ത ഒരു മധുരഗാനം എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലെ പ്രതീക്ഷയും ഒരിക്കലും അവസാനിക്കാതെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിന്റെ മീനിങ്. And sweetest in the gale is heard, and sore must be the storm that could abash the little bird that kept so many warm. അതായത് ശക്തമായ കാറ്റിനിടയിലും
ഈ ചെറിയ പക്ഷിയുടെ പാട്ട് കൂടുതൽ മധുരമായി കേൾക്കുന്നു. ആ ചെറിയ പക്ഷിയെ ഭയപ്പെടുത്താനോ തളർത്താനോ കഴിയുന്ന കൊടുങ്കാറ്റ് വളരെ ശക്തമായിരിക്കണം. അതുപോലെ പ്രതീക്ഷ അല്ലെങ്കിൽ ആ ചെറിയ പക്ഷിയെ, അതാണ് നമ്മുടെ പ്രതീക്ഷ, തളർത്താനോ നിശബ്ദമാക്കാനോ കഴിയുന്ന അത്ര വലിയ പ്രതിസന്ധികൾ വളരെ അപൂർവമാണ്. ആ പക്ഷി, അതായത് നമ്മുടെ ഹോപ്പ്, നിരവധി ആളുകൾക്ക് ആശ്വാസവും ധൈര്യവും നൽകിയിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ്. അതായത് ഏറ്റവും തണുത്തതും പ്രതികൂലവുമായ സ്ഥലങ്ങളിലും കവി എന്ത് കേട്ടിട്ടുണ്ട്? ആ പ്രതീക്ഷയുടെ, ഹോപ്പിന്റെ ഗാനം കേട്ടിട്ടുണ്ട്. ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. അതുപോലെ തന്നെ ഏറ്റവും അപരിചിതവും ബുദ്ധിമുട്ടേറിയതുമായ സാഹചര്യങ്ങളിലും പ്രതീക്ഷ നിലനിൽക്കുന്നതായി കവി പറയുന്നു. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. അതായത് ഏറ്റവും കഠിനമായ സമയത്ത് പോലും ആ പ്രതീക്ഷ, ഹോപ്പ് തന്നിൽ നിന്ന് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇതാണ് കവി പറയുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. വേർ ഡസ് ഹോപ്പ് പെർച്ച്? ഹോപ്പ് എവിടെയാണ് വസിക്കുന്നത്? ഹോപ്പ് പെർച്ചസ് ഇൻ ദ സോൾ. ആത്മാവിലാണ് വസിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ മെറ്റഫർ ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ്? ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ് എന്നുള്ളൊരു മെറ്റഫറാണ്. ഇതിനെ ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹോപ്പ് ഈസ് കമ്പയർഡ് ഡയറക്ട്ലി ടു എ ബേർഡ്, ഹോപ്പ് ഈസ് കമ്പയർഡ് ടു എ ഫ്ലവർ, ഹോപ്പ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്റ്റോം, ഹോപ്പ് ഈസ് കമ്പയർഡ് ടു എ സോങ്. ആൻസർ, ഹോപ്പ് ഈസ് കമ്പയർഡ് ഡയറക്ട്ലി ടു എ ബേർഡ്. അതാണ് ഒരു മെറ്റഫറാണ്. വേർ ഹാസ് എ പോയിറ്റ് ഹേർഡ് ദ സോങ് ഓഫ് ഹോപ്പ്? എവിടെയാണ് പോയിറ്റ് സോങ് ഓഫ് ഹോപ്പ് കേട്ടത്? ദ പോയിറ്റ് ഹാസ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. ചില്ലസ്റ്റ് ലാൻഡിലും സ്ട്രേഞ്ചസ്റ്റ് സീയിലുമാണ് പോയിറ്റ് സോങ് ഓഫ് ഹോപ്പ് കേട്ടത്. റീഡ് ദ ലൈൻസ് ഫ്രം ദ 7 ഏജസ് ഓഫ് മാൻ ആൻഡ് റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് സമ്മറൈസിംഗ് ദ ഐഡിയാസ് യൂസിംഗ് ദ ഹിൻസ് ഗിവൺ ബിലോ. ദ 7 ഏജസ് ഓഫ് മാൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സമ്മറി എഴുതണം. ഹിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 4 മാർക്കാണ് ഈ ക്വസ്റ്റിന്. ദ 6th ഏജ് ഷിഫ്റ്റ് ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ. അതായത് 6th ഏജ് ആകുമ്പോൾ, അതായത് 6ാമത്തെ ഘട്ടത്തിൽ എന്തൊക്കെ മനുഷ്യന് സംഭവിക്കുന്നു? അവൻ്റെ ശരീരം മെലിഞ്ഞു പോകുന്നു. ശരീരം മെലിഞ്ഞതിനാൽ വസ്ത്രങ്ങൾ അയഞ്ഞതായി തോന്നുന്നു. വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നു, അതിനാൽ കണ്ണട ആവശ്യമായി വരുന്നു. ഹിസ് യൂത്ത്ഫുൾ ഹോസ് വെൽ സേവ്ഡ് എ വേൾഡ് ടു വൈഡ്. അതായത് പണ്ട് ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന അവൻ്റെ പഴയ കാലുറകൾ ഇപ്പോൾ വളരെ അയഞ്ഞതും വലുതുമായിരിക്കുന്നു. ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്ക് ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിംഗ് അഗെയിൻ ടുവേർഡ് ചൈൽഡിഷ് ട്രബിൾ പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. വാർദ്ധക്യം കാരണം അവൻ്റെ കാലുകൾ മെലിഞ്ഞു പോയത് കൊണ്ടാണ് ആ കാലുറകൾ വലുതായി തോന്നുന്നത്. ഒരിക്കൽ വളരെ ശക്തമായ ശബ്ദമായിരുന്നു അവൻ്റേത്. ഇപ്പോൾ എങ്ങനെയാണ് ആ ശബ്ദം? വീണ്ടും കുട്ടിയുടെ നേർത്ത ശബ്ദം പോലെയാകുന്നു. ദാറ്റ് ഈസ് ട്രബിൾ എന്ന് പറഞ്ഞാൽ ഉയർന്നതും നേർത്തതുമായ ശബ്ദം. ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. അവൻ്റെ ശബ്ദത്തിൽ ചിലപ്പോൾ കുട്ടിയുടെ ശബ്ദം പോലെ നേർത്തതും ചിലപ്പോൾ വിസിൽ പോലെയുള്ള ശബ്ദവും അതിൽ നിന്നുണ്ടാകുന്നു. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, അതായത് അവസാന ഘട്ടം. ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച് ഇവന്റ്ഫുൾ ഹിസ്റ്ററി. ഈ വിചിത്രവും സംഭവബഹുലവുമായ ജീവിതയാത്ര അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടമാണിത്. ഈ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലിവിയൻ. ഈ അവസാന ഘട്ടം 2ാമത്തെ ബാല്യവും പൂർണ്ണമായ മറവിയുമാണ്. സാൻസ് ടീത്ത്, സാൻസ് ഐ, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ്. അതായത് പല്ലുകളില്ല, കാഴ്ചയില്ല, രുചിയറിയാനുള്ള കഴിവില്ല, ഒടുവിൽ ഒന്നും ശേഷിക്കാത്തൊരവസ്ഥ. അതാണ് ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. 6th സ്റ്റേജ് ഓഫ് ലൈഫ്, ഓൾഡ് ഏജ്, ഫിസിക്കൽ ചേഞ്ചസ്, ലോസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് എബിലിറ്റീസ്, സെക്കൻഡ് ചൈൽഡ്ഹുഡ്, ഒബ്ലിവിയൻ. ഈ ഹിൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സമ്മറി എഴുതാം. ഇൻ ദ 6th സ്റ്റേജ് എ പേഴ്സൺ ബിക്കംസ് ഓൾഡ് ആൻഡ് വീക്ക്. അതായത് 6ാമത്തെ ജീവിതഘട്ടത്തിൽ മനുഷ്യൻ വൃദ്ധനും ദുർബലനുമായി തീരുന്നു. ഹിസ് ബോഡി ബിക്കംസ് തിൻ ആൻഡ് ഹിസ് ക്ലോത്ത്സ് ബിക്കം ലൂസ്. അവൻ്റെ ശരീരം മെലിഞ്ഞു പോകുന്നു, അതിനാൽ അവൻ ധരിക്കുന്ന വസ്ത്രങ്ങളും അയഞ്ഞതായി തോന്നുന്നു.
he needs spectacles and his voice becomes weak and childlike. കാഴ്ചശക്തി കുറയുന്നതുകൊണ്ട് കണ്ണട ആവശ്യമായി വരുന്നു. അതുപോലെ അവൻ്റെ ശബ്ദം ദുർബലമായി തീരുന്നു, കുട്ടിയുടെ ശബ്ദം പോലെയായി തീരുന്നു. In the final stage, he becomes like a child again and loses his teeth, eyesight, taste and other abilities. അതായത് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ മനുഷ്യൻ വീണ്ടും ഒരു കുട്ടിയെ പോലെയായി തീരുന്നു. ഈ ഘട്ടത്തിൽ അവന് പല്ലുകളും കാഴ്ചശക്തിയും രുചിയറിയാനുള്ള കഴിവും മറ്റു പല കഴിവുകളും നഷ്ടപ്പെടുന്നു. This stage is called second childhood and oblivion. ഈ ജീവിതഘട്ടത്തെ സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആൻഡ് ഒബ്ലീവിയൻ, അതായത് രണ്ടാം ബാല്യവും മറവിയും എന്ന് വിളിക്കുന്നു. ഇതാണ് ഇതിൻ്റെ സമ്മറി. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻസ് 8 to 10. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഒരു പാസേജ് തന്നിട്ടുണ്ട്, നമുക്ക് അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ എഴുതണം. 3 ക്വസ്റ്റ്യൻ ഉണ്ട്, 1 മാർക്ക് ഈച്ച്, ടോട്ടൽ 3 മാർക്സ്. ഇതാണ് പാസേജ്. On his way home from school, Rahul noticed a crowd gathered near the old railway bridge. അതായത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പഴയൊരു റെയിൽവേ പാലത്തിന് സമീപം ഒരു കൂട്ടം ആളുകൾ കൂടി നിൽക്കുന്നത് ആര് ശ്രദ്ധിച്ചു? രാഹുൽ. A cyclist had fallen on the roadside and several people stood around him, unsure of what to do. ഒരു സൈക്കിൾ യാത്രക്കാരൻ റോഡരികിൽ വീണിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിരവധി ആളുകൾ അയാളുടെ ചുറ്റും നിന്നിരുന്നു. രാഹുൽ ക്വിക്ക്ലി മൂവ്ഡ് ക്ലോസർ ആൻഡ് സോ ദാറ്റ് ദ മാൻ ഹാഡ് ഇൻജേർഡ് ഹിസ് ലെഗ്. രാഹുൽ വേഗത്തിൽ അടുത്തേക്ക് ചെന്നപ്പോൾ ആ മനുഷ്യന്റെ കാലിന് പരിക്കേറ്റതായി കണ്ടു. പ്ലീസ് ഗിവ് മീ സം സ്പേസ്, രാഹുൽ സെഡ്. രാഹുൽ എന്താണ് പറഞ്ഞത്? ദയവായി എനിക്ക് കുറച്ച് സ്ഥലം തരൂ. We need to help him before moving him. അയാളെ മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം സഹായിക്കണം എന്ന് രാഹുൽ പറഞ്ഞു. An elderly man in the crowd replied. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു എൽഡർലി മാൻ എന്താണ് പറഞ്ഞത്? You are right. I will call for medical assistance immediately. നീ പറയുന്നത് ശരിയാണ്, ഞാൻ ഉടനെ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ്ലി തന്നെ കോൾ ചെയ്യാമെന്ന് പറഞ്ഞു. രാഹുൽ കെയർഫുള്ളി ചെക്ക്ഡ് വെദർ ദ സൈക്ലിസ്റ്റ് വാസ് കോൺഷ്യസ് ആൻഡ് ആസ്ക്ഡ് ഹിം ടു റിമെയിൻ സ്റ്റിൽ. അപ്പോൾ രാഹുൽ ആ സൈക്കിൾ യാത്രക്കാരന് ബോധമുണ്ടോ എന്ന് ശ്രദ്ധാപൂർവം പരിശോധിച്ചു. എന്നിട്ട് അനങ്ങാതെ ഇരിക്കാൻ അയാളോട് ആവശ്യപ്പെട്ടു. എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഹെൽപ്പ് അറൈവ്ഡ്. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം സഹായം എത്തി. ബിഫോർ ലീവിംഗ്, the elderly man smiled at Rahul and said. പോകുന്നതിന് മുമ്പ് വൃദ്ധൻ രാഹുലിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? You remained calm when everyone else was confused. അതായത് മറ്റുള്ളവരെല്ലാം കൺഫ്യൂസ് ആയിരുന്ന സമയത്ത്, ആശയക്കുഴപ്പത്തിലായിരുന്നപ്പോൾ നീ എന്ത് ചെയ്തു? നീ ശാന്തനായിരുന്നു. രാഹുൽ സിംപ്ലി റിപ്ലൈഡ്, anyone would have done the same. അപ്പോൾ രാഹുൽ പറഞ്ഞു, ആരും ഇത് തന്നെ ചെയ്യുമായിരുന്നു. ആസ് ഹി വാക്ക്ഡ് ഹോം, ഹി റിയലൈസ്ഡ് ദാറ്റ് ബീയിങ് റെസ്പോൺസിബിൾ സംടൈംസ് മെന്റ് ടേക്കിംഗ് ആക്ഷൻ വെൻ അതേഴ്സ് വേർ ഹെസിറ്റന്റ്. വീട്ടിലേക്ക് നടക്കുമ്പോൾ രാഹുലിന് ഒരു കാര്യം മനസ്സിലായി. ഉത്തരവാദിത്തമുള്ള വ്യക്തിയായിരിക്കുക എന്നത് ചിലപ്പോൾ മറ്റുള്ളവർ മടിച്ചു നിൽക്കുമ്പോൾ ധൈര്യമായി പ്രവർത്തിക്കുക എന്നതുകൂടിയാണെന്ന് രാഹുലിന് മനസ്സിലായി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, വൈ ഡിഡ് രാഹുൽ ആസ്ക് ദ പീപ്പിൾ ടു ഗീവ് ഹിം സം സ്പേസ്? രാഹുൽ എന്തിനാണ് അവരോട് കുറച്ച് സ്പേസ് കൊടുക്കാൻ പറഞ്ഞത്? രാഹുൽ വാണ്ടഡ് ഇനഫ് സ്പേസ് ടു ഹെൽപ്പ് ദ ഇൻജേർഡ് സൈക്ലിസ്റ്റ് സേഫ്ലി വിതൗട്ട് മൂവിങ് ഹിം അൺനെസസറിലി. ഇൻജേർഡ് ആയിട്ട് കിടക്കുന്ന സൈക്ലിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ക്വാളിറ്റി ഓഫ് രാഹുൽ ഈസ് ഹൈലൈറ്റഡ് ഇൻ ദ പാസേജ്? അപ്പോൾ ഈ പാസേജിൽ രാഹുലിൻ്റെ ഏത് ക്വാളിറ്റിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കെയർലെസ്നെസ്, കറേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ക്യൂരിയോസിറ്റി, ഇംപേഷ്യൻസ്. ഏതാണ്? കറേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. രാഹുൽ റിമെയിൻഡ് കാം വെൻ എവറി വൺ എൽസ് വാസ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനുണ്ട്. രാഹുൽ റിമെയിൻഡ് കാം വെൻ എവറി വൺ എൽസ് വാസ് കൺഫ്യൂസ്ഡ്. സോ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഡിഡിൻറ്റ് ഹി. ഇവിടെ റിമെയിൻഡ് എന്നാണ് പറയുന്നത്, അപ്പോൾ ഡിഡിൻറ്റ് ഹി.
Questions 11 to 13, answer either A or B. ഇനി 11 തൊട്ട് 13 വരെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. either A or B. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 4 marks each ആണ്. So total 12 marks. 11A. After years of struggling with weak eyesight, Granny finally visited the eye hospital in Missouri. The doctor examined her eyes and fitted her with the new glasses. That evening, Granny wrote a diary entry expressing her feeling after seeing money clearly for the first time in many years. Draft the likely diary entry. ഇത് നമുക്ക് ഡയറി എൻട്രി എഴുതാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കാഴ്ച നന്നായി കാണാൻ കഴിഞ്ഞ ഗ്രാനിയുടെ ആ സന്തോഷം അവരെങ്ങനെയാണ് ആ ഡയറിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഡേറ്റ് എഴുതണം, ടൈം എഴുതുക. ഇനി ഡിയർ ഡയറി എഴുതണം. ടുഡേ വാസ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ. ഇന്നെനിക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമായിരുന്നു. ദ ഡോക്ടർ എക്സാമിൻഡ് മൈ ഐസ് ആൻഡ് ഗേവ് മീ ന്യൂ ഗ്ലാസസ്. ഡോക്ടർ എൻ്റെ കണ്ണുകൾ പരിശോധിക്കുകയും എനിക്ക് പുതിയ കണ്ണട നൽകുകയും ചെയ്തു. വെൻ ഐ വോർ ദം ഐ കുഡ് സീ മച്ച് ബെറ്റർ. ആ കണ്ണട ധരിച്ചപ്പോൾ എനിക്ക് വളരെ നന്നായി കാണാൻ കഴിഞ്ഞു. ഐ കുഡ് ഈവൻ സീ ദ ലെറ്റേഴ്സ് ഓൺ ദ ബോർഡ്. ബോർഡിലെ അക്ഷരങ്ങൾ പോലും വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ബട്ട് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് വാസ് when I turned around and saw money clearly for the first time in many years. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മണിയെ വ്യക്തമായി കണ്ട നിമിഷമായിരുന്നു ഏറ്റവും സന്തോഷകരമായത്. ഐ വാസ് സോ ഹാപ്പി ടു സീ മൈ ഗ്രാൻഡ് സൺ. എൻ്റെ കൊച്ചുമോനെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഹി ഹാസ് ഗ്രോൺ ഇൻ ടു സച്ച് എ ഫൈൻ ബോയ്. അവൻ വളരെ നല്ലൊരു കുട്ടിയായി വളർന്നിരിക്കുന്നു. ഐ ആം താങ്ക്ഫുൾ ടു ദ ഡോക്ടർ ഫോർ ഹെൽപ്പിംഗ് മീ സീ ദ വേൾഡ് മോർ ക്ലിയർലി എഗെയിൻ. എനിക്ക് വീണ്ടും ലോകത്തെ വ്യക്തമായി കാണാൻ സഹായിച്ച ഡോക്ടറോട് ഞാൻ നന്ദിയുള്ളവളാണ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു എൻജോയിങ് ദ ബ്യൂട്ടിഫുൾ തിങ്സ് അറൗണ്ട് മീ. എനിക്ക് ചുറ്റുമുള്ള മനോഹരമായ കാര്യങ്ങൾ ഇനി ആസ്വദിക്കാനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആരാണ് എഴുതിയത്? ഗ്രാനി. ഇതാണ് ഡയറി എൻട്രി. നെക്സ്റ്റ് എൻ്റെ ഓപ്ഷൻ 11B. Young Abdul Kalam's willingness to work hard and help his family shows his sense of responsibility and determination. അതായത് ചെറുപ്പത്തിലെ അബ്ദുൽ കലാം കഠിനാധ്വാനം ചെയ്യാനും കുടുംബത്തെ സഹായിക്കാനും തയ്യാറായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത ബോധവും നിശ്ചയദാർഢ്യവും കാണിക്കുന്നു. Based on your reading of Little Things Matter, write a paragraph describing how Abdul Kalam's early experiences shaped his character. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന പാഠം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ കലാമിൻ്റെ ചെറുപ്പകാല അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ എങ്ങനെ രൂപപ്പെടുത്തി എന്ന് വിശദീകരിക്കുന്ന ഒരു പാരഗ്രാഫ് എഴുതണം. യങ് അബ്ദുൽ കലാം വാസ് റെസ്പോൺസിബിൾ, ഹാർഡ് വർക്കിംഗ് ആൻഡ് കെയറിംഗ്. അതായത് യങ് അബ്ദുൽ കലാം എങ്ങനെയായിരുന്നു? റെസ്പോൺസിബിൾ ആയിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, കെയറിംഗ് ആയിരുന്നു. He understood the difficulties faced by his family and was eager to support them. അതായത് തൻ്റെ കുടുംബം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കി. അവരെ സഹായിക്കാനും അദ്ദേഹം വളരെ ആഗ്രഹിച്ചിരുന്നു. He was willing to work even at a young age and learned the value of responsibility from his experiences. അതായത് ചെറുപ്പത്തിൽ തന്നെ ജോലി ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. തൻ്റെ അനുഭവങ്ങളിലൂടെ ഉത്തരവാദിത്തത്തിന്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി. ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് വില്ലിംഗ്നെസ് ടു കോൺട്രിബ്യൂട്ട് ടു ഹിസ് ഫാമിലി ഹെൽപ്ഡ് ഹിം ഡെവലപ്പ് ഇൻ ടു എ ഡിസിപ്ലിൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. അതായത് ഫാമിലിനെ സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യവും സന്നദ്ധതയും അദ്ദേഹത്തെ അച്ചടക്കമുള്ളവനും കഠിനാധ്വാനിയുമായ വ്യക്തിയായി വളരാൻ സഹായിച്ചു. ദീസ് ക്വാളിറ്റീസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ഹിസ് ക്യാരക്ടർ. ഈ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. നെക്സ്റ്റ് വൺ, ദ അൺഎക്സ്പെക്റ്റഡ് landslide stopped the bus on the way to Missouri. Mani and Granny had to leave the bus and continue their journey through a difficult mountain path. Later, Mani shared his unusual experience with one of his friends. Prepare the likely conversation between Mani and his friend. ഈ ക്വസ്റ്റ്യനിൽ
നമ്മളൊരു കോൺവെർസേഷനാണ് ഉണ്ടാക്കേണ്ടത് ബിറ്റ്വീൻ മണി ആൻഡ് ഹിസ് ഫ്രണ്ട്. ഫ്രണ്ട്, വൈ ഡിഡ് യു ഹാവ് ടു ലീവ് ദ ബസ്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബസ് വിട്ട് ഇറങ്ങേണ്ടി വന്നത്? സോ മണി സെഡ്, എ ഹ്യൂജ് ലാൻഡ് സ്ലൈഡ് ബ്ലോക്ക്ഡ് ദ റോഡ് ടു മുസോറി. വലിയൊരു മണ്ണിടിച്ചില് മുസോറിയിലേക്കുള്ള റോഡ് തടഞ്ഞു. ഫ്രണ്ട്, വാസ് ദ ലാൻഡ് സ്ലൈഡ് ഡേഞ്ചറസ്? ലാൻഡ് സ്ലൈഡ് ഡേഞ്ചറസ് ആയിരുന്നോ? മണി, യെസ്, അതെ. റോക്സ്, ട്രീസ് ആൻഡ് എർത്ത് ഹാഡ് ഫോളൻ ഓൺ ടു ദ റോഡ് ആൻഡ് മോർ സ്റ്റോൺസ് വെർ സ്റ്റിൽ ഫോളിംഗ്. റോക്സും ട്രീസും മണ്ണും എല്ലാം റോഡിലേക്ക് വീണിരുന്നു. ഇനിയും കൂടുതൽ കല്ലുകൾ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്, ദെൻ ഹൗ ഡിഡ് യു റീച്ച് മുസോറി? എങ്ങനെയാണ് മുസോറിയിൽ എത്തിയത്? വി ടുക്ക് എ നാരോ മൗണ്ടെയിൻ പാത്ത് ആസ് എ ഷോർട്ട് കട്ട്. മണി സെഡ്. മണി എന്താ പറഞ്ഞത്? ഞങ്ങൾ ഒരു നാരോ മൗണ്ടെയിൻ പാത്ത് വഴിയാണ് എത്തിയത്, ഒരു ഷോർട്ട് കട്ടൊക്കെ എടുത്ത് വന്നത്. ഫ്രണ്ട്, വെറിന്റ് യു അഫ്രൈഡ്? നീ പേടിച്ചു പോയോ? മണി, ഐ വാസ് എ ലിറ്റിൽ അഫ്രൈഡ് ബട്ട് ഗ്രാനി വാസ് വെരി ബ്രേവ് ആൻഡ് കോൺഫിഡൻറ്റ്. ഞാൻ കുറച്ച് പേടിച്ചു, എന്നാൽ ഗ്രാനി ബ്രേവും കോൺഫിഡൻറ്റും ആയിരുന്നു. ഫ്രണ്ട്, യു മസ്റ്റ് ഹാവ് ബീൻ വെരി ടയേർഡ്. അപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാകുമല്ലോ. മണി, യെസ്, ബട്ട് വി ഫൈനലി റീച്ച്ഡ് മുസോറി സേഫ്ലി. പക്ഷേ സേഫായിട്ട് ഞങ്ങൾ മുസോറിയിലെത്തി. ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ജേർണി. ഒരു മറക്കാനാവാത്ത ഒരു ജേർണി ആയിരുന്നു അത്. ഇതാണ് കോൺവെർസേഷൻ. ഇനി ഇതിൻ്റെ ഓപ്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൺ ബിലോ യൂസിങ് സ്യൂട്ടബിൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്ത് നമുക്ക് ഈ പിക്ചറിനെ, ഇവിടെ ഒരു പിക്ചർ വന്നിട്ടില്ലേ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം. നമുക്ക് നോക്കാം. ദ പ്ലേസ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ. അതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ പ്ലേസ്. ദർ ആർ ഗ്രീൻ ഫീൽഡ്സ്. എങ്ങനത്തെ ഫീൽഡ്സ് ആണ്? ഗ്രീൻ ഫീൽഡ്സ് ഓൾ അറൗണ്ട്. ദർ ആർ മെനി ബിഗ് ആൻഡ് ഷേഡി ട്രീസ്. ട്രീസ് ബിഗ് ആൻഡ് ഷേഡി. ട്രീസ് ഓൺ ബോത്ത് സൈഡ്സ്. ദ സ്കൈ ഈസ് ബ്ലൂ ആൻഡ് ക്ലിയർ. സ്കൈനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന? ബ്ലൂ ആൻഡ് ക്ലിയർ. വിത്ത് എ ഫ്യൂ വൈറ്റ് ക്ലൗഡ്സ്. ക്ലൗഡ്സ് എങ്ങനെയാണ്? വൈറ്റ്. ദ ബ്രൈറ്റ് സൺ. സൺ എങ്ങനത്തെയാണ്? ബ്രൈറ്റ് സൺ ഷൈൻസ് ഓവർ ദ ഫീൽഡ്സ്. വി ക്യാൻ സീ ഗ്രീൻ ഹിൽസ്. ഹിൽസിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നുണ്ടോ? ഗ്രീൻ ഹിൽസ് in the distance and a few birds flying in the sky. It is a lovely and pleasant place. പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. ലവ്ലി ആൻഡ് പ്ലസന്റ് പ്ലേസ്. പ്ലസന്റ്. നെക്സ്റ്റ് ഒരു ഇമെയിൽ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ദ റെയിൽവേ അതോറിറ്റീസ് ഡിസൈഡഡ് ടു സ്റ്റോപ്പ് ദ ട്രെയിൻ അറ്റ് രാമേശ്വരം സ്റ്റേഷൻ, causing difficulties for young Kalam and the other residents who depended on the newspapers brought by the train. Kalam decided to send an email to the divisional manager of Southern Railway requesting the authorities to reinstate the railway stop at Rameshwaram. Draft the likely email. അതായത് സദേൺ റെയിൽവേയിലെ ഡിവിഷണൽ മാനേജർക്ക് അയക്കുന്ന ഒരു ഇമെയിലാണ്. ആരാണ് അയക്കുന്നത്? കലാം. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റ്, അതാണ് ഈ ഇമെയിലിൽ എഴുതേണ്ടത്. സോ ടു ഡിവിഷണൽ മാനേജർ അറ്റ് railway.govern.in. Then subject, request to reinstate the railway stop at Rameshwaram. Then respected sir or madam, I am Abdul Kalam. ഞാൻ അബ്ദുൽ കലാം ആണ്, എ റെസിഡൻറ്റ് ഓഫ് രാമേശ്വരം. രാമേശ്വരത്ത് വസിക്കുന്ന ആളാണ്. I would like to bring to your attention the difficulties faced by the people of our village because the train no longer stops at Rameshwaram station. അതായത് രാമേശ്വരം സ്റ്റേഷനിൽ ട്രെയിൻ ഇനി നിർത്താത്തതിനാൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് അബ്ദുൽ കലാം പറയുന്നത്. ന്യൂസ് പേപ്പേഴ്സ് അറൈവ് ബൈ ട്രെയിൻ. ന്യൂസ് പേപ്പേഴ്സൊക്കെ എങ്ങനെയാണ് വരുന്നത്? ട്രെയിനിലാണ് വരുന്നത്. ആൻഡ് ദെയർ ഡെലിവറി ഹാസ് ബിക്കം ഡിഫിക്കൽട്ട് വിതൗട്ട് ദ റെയിൽവേ സ്റ്റോപ്പ്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഡെലിവറിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. മെനി പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ദീസ് ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇൻഫോർമേഷൻ. ന്യൂസ് പേപ്പേഴ്സിനെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇൻഫോർമേഷൻ കിട്ടുന്നതിന് വേണ്ടി. ദ റെസിഡൻസ് എസ്പെഷ്യലി ദോസ് ഇൻവോൾവ് ഇൻ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ആർ ഫേസിംഗ് ഗ്രേറ്റ് ഇൻകൺവീനിയൻസ്. അതായത് ഗ്രാമത്തിലെ ആളുകൾ, പ്രത്യേകിച്ച് ഈ പത്രവിതരണവുമായി ബന്ധപ്പെട്ടവർ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. I kindly request you to consider our difficulty and take necessary steps to reinstate the railway stop at Rameshwaram. ഞങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതാണ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അബ്ദുൽ കലാം, രാമേശ്വരം.
ഇനി ഇതിൻ്റെ ഓപ്ഷനാണ് റീഡ് ദ പിക്ചർ ഗിവൺ ബിലോ, പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ഇറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ ലെസൺ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ലെസനെ ആധാരമാക്കി നിങ്ങളൊരു പാരഗ്രാഫ് എഴുതണം ഈ ഫോട്ടോനെ ബേസ് ചെയ്ത്. ദ പിക്ചർ ഷോസ് എ യങ് മാൻ സിറ്റിംഗ് അറ്റ് എ ടേബിൾ ആൻഡ് റീഡിങ് എ ബുക്ക്. ഇതൊരു യങ് മാനെ പറ്റിയുള്ള ഒരു പാരഗ്രാഫാണ്. അവിടെ ഒരു ബുക്ക് റീഡ് ചെയ്തിരിക്കുകയാണ്. ഹി ലുക്സ് വെറീഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. അദ്ദേഹം എങ്ങനെയാണ്? വെറീഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. വൈൽ സ്റ്റഡിങ് ദ ബുക്ക് വായിക്കുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദ പിക്ചർ റിമൈൻഡ്സ് us ഓഫ് ദ നറേറ്റർ ഇൻ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് who read a medical encyclopedia and began to think that he had many diseases. അപ്പോൾ ഇത് പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ചാപ്റ്ററിലെ നറേറ്ററിനെയാണ് ഇത് കാണിക്കുന്നത്. അദ്ദേഹം ഒരു മെഡിക്കൽ എൻസൈക്ലോപീഡിയ വായിച്ചതിന് ശേഷം എന്താണ് ചിന്തിച്ചത്? അദ്ദേഹത്തിന് പലതരം അസുഖങ്ങളുണ്ടെന്ന് ചിന്തിച്ചു. ഹിസ് അൺനെസസറി റീഡിങ് മെയ്ഡ് ഹിം ആൻഷ്യസ് ആൻഡ് ഫ്രൈറ്റൻഡ്. അപ്പോൾ അദ്ദേഹം വളരെ ആൻഷ്യസ് ആയി, അല്ല പേടിച്ചു പോയി. ഇത് കണ്ടിട്ട് ദ പിക്ചർ ഷോസ് ഹൗ ടു മച്ച് വെറി ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ അഫക്റ്റ് എ പേഴ്സൺസ് മൈൻഡ്. അതായത് കൂടുതൽ വെറിയും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരാളുടെ മൈൻഡിനെ അത് അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് വില്യം ഷേക്സ്പിയർ ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ബിലോ. 4 മാർക്സ്. നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ക്ലൂസ് തന്നിട്ടുണ്ട്. നെയിം വില്യം ഷേക്സ്പിയർ, ബർത്ത് 23rd April 1564, then death 23rd April 1616, nationality English, famous as playwright, poet and actor, known as the Bard of Avon, works 37 plays, 154 sonnets and 2 long narrative poems. Then special feature, his works have been translated into major languages and performed all over the world. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്ലൂസ്. ഇതിനെ ബേസ് ചെയ്ത് വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം. വില്യം ഷേക്സ്പിയർ വാസ് എ ഫേമസ് ഇംഗ്ലീഷ് പ്ലേറൈറ്റ്, പോയറ്റ് ആൻഡ് ആക്ടർ. ഹി വാസ് ബോൺ ഓൺ 23rd April 1564 and died on 23rd April 1616. He is widely regarded as one of the greatest writers in the world and is known as the Bard of Avon. His works include 37 plays, 154 sonnets and 2 long narrative poems. His plays have been translated into many languages and performed all over the world. ഇതാണ് ബ്രീഫായിട്ട് നമ്മൾ എഴുതുന്ന പ്രൊഫൈൽ. ഇനി അടുത്തത് ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസ് 15 to 17. റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇവിടെ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 മാർക്ക് ഈച്ച്, ടോട്ടൽ 3 മാർക്സ്. ഇതൊക്കെയാണ് ന്യൂസ് ഹെഡ്ലൈൻസ്. ന്യൂ ലൈബ്രറി ഇനാഗ്രേറ്റഡ് ഇൻ വില്ലേജ്. സ്കൂൾ സ്റ്റുഡൻസ് വിൻ സ്റ്റേറ്റ് ലെവൽ സയൻസ് ഫെയർ. ഹെവി റെയിൻസ് ഡിസ്റപ്റ്റ് നോർമൽ ലൈഫ് ഇൻ സിറ്റി. ഫാമേഴ്സ് അഡോപ്റ്റ് ന്യൂ മെത്തേഡ്സ് ടു സേവ് വാട്ടർ. വിച്ച് ഹെഡ്ലൈൻ റിപ്പോർട്ട്സ് ആൻ അച്ചീവ്മെൻറ്റ് ബൈ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റിനെ കാണിക്കുന്ന ഹെഡ്ലൈൻ ഏതാണിതിൽ? സ്കൂൾ സ്റ്റുഡൻസ് വിൻ സ്റ്റേറ്റ് ലെവൽ സയൻസ് ഫെയർ. നെക്സ്റ്റ് വൺ, വിച്ച് ഹെഡ്ലൈൻ ഇൻഡിക്കേറ്റ്സ് എ പ്രോബ്ലം കോസ്ഡ് ബൈ ബാഡ് വെതർ. ഈ ബാഡ് വെതർ ഉണ്ടാക്കിയ പ്രോബ്ലംസിനെ കാണിക്കുന്ന ഹെഡ്ലൈൻ ഏതാണ്? ഹെവി റെയിൻസ് ഡിസ്റപ്റ്റ് നോർമൽ ലൈഫ് ഇൻ സിറ്റി. അടുത്തത്, വാട്ട് ഡസ് ദ ഹെഡ്ലൈൻ ഫാമേഴ്സ് അഡോപ്റ്റ് ന്യൂ മെത്തേഡ്സ് ടു സേവ് വാട്ടർ സജസ്റ്റ്. അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫാമേഴ്സ് ഹാവ് സ്റ്റോപ്ഡ് ഫാമിംഗ്, ഫാമേഴ്സ് ആർ യൂസിങ് ന്യൂ വേസ് ടു കൺസേർവ് വാട്ടർ, ഫാമേഴ്സ് ആർ ഫേസിങ് ഹെവി റെയിൻഫോൾ, ഫാമേഴ്സ് ഹാവ് മൂവ്ഡ് ടു സിറ്റീസ്. ഫാമേഴ്സ് അഡോപ്റ്റ് ന്യൂ മെത്തേഡ്സ് ടു സേവ് വാട്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഫാമേഴ്സ് ആർ യൂസിങ് ന്യൂ വേസ് ടു കൺസേർവ് വാട്ടർ. Fill in the blanks using appropriate phrases given in brackets. 3 marks. ഇവിടെ phrases തന്നിട്ടുണ്ട്. Keep an eye out, stay in touch, keep their word, broke out. Mani's father asked Granny and Mani to dash with him during their journey to Nain and to return the next day. ഇവിടെ ആൻസർ എന്താണ്? സ്റ്റേ ഇൻ ടച്ച്. അതായത് മണിയുടെ ഫാദർ ഗ്രാനിയോടും മണിയോടും എന്താണ് പറഞ്ഞത്? അവരുടെ ജേർണിയിൽ വിവരങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് സ്റ്റേ ഇൻ ടച്ച്.
When it was time for their arrival, he couldn't help but dash for them. Keep an eye out for them. അതായത് അവർ തിരിച്ചെത്തേണ്ട സമയമായപ്പോൾ അവരെ കാത്ത് മണിയുടെ അച്ഛൻ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. ദാറ്റ് ഈസ് കീപ്പ് ആൻ ഐ ഔട്ട്. ദെൻ ദേ ഡാഷ് ആൻഡ് അറൈവ്ഡ് ഓൺ ടൈം. ദേ കീപ് ദെയർ വേർഡ് ആൻഡ് അറൈവ്ഡ് ഓൺ ടൈം. അതായത് അവർ നൽകിയ വാക്ക് പാലിച്ചു എന്ന്, കൃത്യസമയത്ത് എത്തിച്ചേർന്നു. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. എറേഴ്സ് ആർ ഗിവൺ ഇൻ ബോൾഡ്. ഇതിൽ 4 എറേഴ്സ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ആക്കണം. ഓരോന്നിനും ഹാഫ് മാർക്കാണ്. സോ ടോട്ടൽ 2 മാർക്സ്. നതാഷ ഈസ് എ സക്സസ്ഫുൾ ആർക്കിടെക്ട്. ഷീ വർക്ക് അറ്റ് എ ലീഡിംഗ് കമ്പനി. ഇവിടെ എന്താണ് തെറ്റ്? ഷീ വർക്ക് എന്നല്ല, ഷീ വർക്ക്സ് എന്നാണ് പറയുന്നത്. ഷീ വർക്ക്സ്, ഹീ വർക്ക്സ് അങ്ങനെയാണ് പറയുള്ളൂ. ദേ ആണെങ്കിൽ വർക്ക് എന്ന് പറയാം, ഷീ ആണെങ്കിൽ വർക്ക്സ്. ഷീ ഹാസ് ബീൻ വർക്ക്ഡ് അറ്റ് ദ സെയിം കമ്പനി ഫോർ ദ പാസ്റ്റ് 5 years. അവിടെ എന്താണ് പറയണത്? കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെയാണ് പറയണത്? ഷീ ഹാസ് ബീൻ വർക്കിംഗ് എന്നാണ് പറയേണ്ടത്. ഷീ ഹാസ് ബീൻ working at the same company for the past 5 years. Over the years, she have led several projects. Over the years, she have എന്ന് പറയില്ല, she has led എന്നേ പറയുള്ളൂ. Next week, she will presented a new project proposal. അടുത്ത വീക്ക് പ്രസന്റ് ചെയ്യുന്ന എങ്ങനെയാണ് പറയുന്നത്? Next week, she will present a new project proposal. Will presented അല്ല, will present. Complete the conversation between Mani and his father. മണിയും ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ 3 മാർക്സ്. ഫാദർ, വൈ ഡു യു വാണ്ട് ടു അക്കമ്പനി ഗ്രാനി ടു മുസോറി? ഗ്രാനിയുടെ കൂടെ മുസോറിയിലേക്ക് പോകാൻ നിനക്ക് എന്തുകൊണ്ടാണ് ആഗ്രഹം? മണി, ഐ വാണ്ട് ടു ഗോ വിത്ത് ഹെർ ആൻഡ് മേക്ക് ഷുവർ ഷീ ഈസ് സേഫ്. എനിക്ക് ഗ്രാനിയുടെ കൂടെ പോകണം, ഗ്രാനി സേഫ് ആണെന്ന് ഉറപ്പാക്കണം. ഫാദർ, ദെൻ ഡാഷ്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഡു യു നോ ദ വേ ടു മുസോറി? നിനക്ക് മുസോറിയിലേക്കുള്ള വഴി അറിയാമോ? മണി, യെസ്, ഐ ഹാവ് ബീൻ ടു മുസോറി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞാൻ മുമ്പ് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ കൂടെ മുസോറിയിൽ പോയിട്ടുണ്ട്. മണി അങ്ങനെ പറഞ്ഞു. ദെൻ ഫാദർ, ബട്ട് ക്യാൻ ഗ്രാനി വാക്ക് ഓൾ ദ വേ ടു നെയിൻ? ഗ്രാനിക്ക് അവിടെ വരെ നടക്കാൻ പറ്റുമോ, നെയിൻ വരെയും? അപ്പോൾ മണി എന്താണ് പറഞ്ഞത്? ഓഫ് കോഴ്സ് ഷീ ക്യാൻ വാക്ക് ടു നെയിൻ. തീർച്ചയായിട്ടും നടക്കാൻ പറ്റും. ഫാദർ, റിമെമ്പർ ഷീ ഈസ് 70 years old. ഗ്രാനി 70 years old ആണ്. മണി, ഐ നോ, ബട്ട് ഷീ സേസ് ദർ ഈസ് നത്തിങ് റോങ് വിത്ത് ഹെർ ലെഗ്സ്. ഗ്രാനിയുടെ കാലിനൊരു കുഴപ്പമില്ല എന്നാണ് ഗ്രാനി പറയുന്നത്. ഫാദർ, ഓൾ റൈറ്റ്, ബട്ട് യു മസ്റ്റ് ടേക്ക് ഗുഡ് കെയർ ഓഫ് ഹെർ ഡ്യൂറിങ് ദ ജേർണി. പക്ഷെ ജേർണിയിൽ നീ നന്നായിട്ട് ഗ്രാനിയെ നോക്കണം. അപ്പം മണി എന്താണ് പറയുക? ഷുവർ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹെർ. അത് നമ്മൾ എഴുതണം. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഹെർ. All the best for your exams. Thanks for watching. If you like this video, please like, share and subscribe. We will see you in the next video. Thank you.